യു പിയിൽ ഒരു വനിതാ MLA, അവരുടെ പേര് പൂജ പാൽ എന്നാണ്. സമാജ്വാദി പാർട്ടിയുടെ MLA ആണ്. അവരെ സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷൻ അഖിലേഷ് യാദവ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവർ ചെയ്ത കുറ്റം യോഗി സർക്കാർ ചെയ്ത, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത ഒരു കാര്യത്തെ അഭിനന്ദിച്ച് സംസാരിച്ചു. അവർ മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞു. എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യത്തിൽ നന്മയുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞുകൂടെ? എന്തിനാണ് ഈ വനിതാ MLA ഈ SP-യുടെ അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇങ്ങനെ പാർട്ടിക്ക് പുറത്താക്കി ദ്രോഹിക്കുന്നത്? അല്ലാതെ വർഷങ്ങളായുള്ള ഇന്ത്യ മുന്നണിയുടെയും അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ UPA ആയിരുന്നു അവരുടെ നിലപാടായിരുന്നു. ഇപ്പോൾ ഈ MLA-യോടൊപ്പം തന്നെ നാം കുറച്ച് നാളുകളായി ചർച്ച ചെയ്തു വരുന്നത് ശശി തരൂരും മോദി സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് സൂചിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം പാർട്ടിക്കെതിരായി, പാർട്ടിവിരുദ്ധനായി, അദ്ദേഹത്തെ എങ്ങനെ പാർട്ടിയിൽ നിന്നും രാജ്മോഹൻ ഉണ്ണിത്താനും മുരളീധരനും അടക്കമുള്ളവർ ആവശ്യപ്പെടുകയല്ലേ, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വെക്കുള്ളൂ, ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടൊരു ഗുണമില്ലെന്ന്. അതിന് സമാനമായി തന്നെ നാം പണ്ട് കണ്ടിട്ടുണ്ട്. അബ്ദുള്ളക്കുട്ടി ഇതേപോലെ തന്നെ നരേന്ദ്രമോദിയെ കുറിച്ച് പുകഴ്ത്തി അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കിയിരുന്നു. പിന്നീട് നാം കണ്ടത് ഈ ഷിബു ബേബി ജോൺ ആണ്. ഷിബു ബേബി ജോൺ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ കാണുന്നതേ ഉള്ളൂ. അവിടെ ഗുജറാത്തിൽ പോയാൽ അവിടെയുള്ള വികസന ഔദ്യോഗിക സന്ദർശനമായിരുന്നു. അവിടെ പോകുമ്പോൾ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ കണ്ണടച്ചിരിക്കാൻ കഴിയില്ലല്ലോ, അത് തുറന്നു പറയുക തന്നെ വേണമല്ലോ. അങ്ങനെ ഷിബു ബേബി ജോൺ തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പാർട്ടിക്കെതിരായി, മുന്നണിക്കെതിരായി. ആ രീതി തന്നെയാണ് ഈ ഉത്തർപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ വികസനമാണെങ്കിൽ ഈ ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ അത് ക്രമസമാധാനമാണ്. ആദ്യം 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യോഗി അവിടെ മുഖ്യമന്ത്രിയായി വരുന്നു. 5 വർഷക്കാലം അവിടെ ഉണ്ടായ മാറ്റം പ്രധാനമായി വികസനത്തെക്കാൾ കൂടുതൽ ക്രമസമാധാനമായിരുന്നു. ഇത്രയും ലോകത്തെ തന്നെ ചിലപ്പോൾ ഒരു ജില്ലാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, ഒരു ചെറിയ പ്രദേശം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ അവിടെ കൃത്യമായി തന്നെ ക്രമസമാധാനം പാലിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അവിടുത്തെ രാഷ്ട്രീയം നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയത്തോട് അടുത്തു നിൽക്കുന്നതല്ല എല്ലാ കാലത്തും. അവിടെ ജാതി രാഷ്ട്രീയമാണ്. SP-യും BSP-യും അടക്കമുള്ളവർ ഈ ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പിന്നീട് അധികാരത്തിൽ വന്ന ശേഷം ഈ ഗുണ്ടകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അത് SP ആയാലും BSP ആയാലും അത് തുടർന്നു കൊണ്ടിരുന്നു. അങ്ങനെ ഒരു മാറ്റം വന്നതായിരുന്നു ഈ 2017 മുതൽ 22 വരെയുള്ള കാലഘട്ടം. 2022 തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മാധ്യമങ്ങളും ഈ ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ കോളേജുകളിലെല്ലാം കയറിയിറങ്ങി വിദ്യാർത്ഥികളുടെ എല്ലാം അവരുടെ അഭിപ്രായം അറിയാൻ, പ്രതികരണം അറിയാൻ വേണ്ടി ആ സമയം തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പെൺകുട്ടികളും പറയുന്നത് ഈ ക്രമസമാധാനത്തെ കുറിച്ചാണ്. യോഗി വന്നതിന് ശേഷം തങ്ങൾക്ക് 6 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാം, തങ്ങളെ ആരും ശല്യം ചെയ്യാനില്ല. മറിച്ച് മുൻപുള്ള സർക്കാരുകളുടെ കാലത്തറിയാം, BSP ആയാലും അതോടൊപ്പം തന്നെ SP ആയാലും ആ ഭരണകാലത്തെല്ലാം വലിയ രീതിയിൽ ക്രമസമാധാന പ്രശ്നമുണ്ട്. അത് തന്നെയാണ് അതിന്റെ അടുത്തുള്ള സംസ്ഥാനത്ത്, അയൽ സംസ്ഥാനമായ ബീഹാറിലും ലാലു പ്രസാദ് യാദവിന്റെ കാലത്ത് വഴിയെ നടന്നു പോകാൻ പോലും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നിതീഷ് കുമാർ വന്നപ്പോൾ നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് സ്ത്രീകളാണ്, ആ വനിതകളാണ്. അവർക്ക് സുരക്ഷിതത്വം ഉണ്ട്. അതെ, അതേ രീതിക്ക് തന്നെയാണ് ഉത്തർപ്രദേശും യോഗി നടപ്പിലാക്കുന്നത്. അത് ഒരു MLA തുറന്നു പറഞ്ഞു. ആ MLA തുറന്നു പറഞ്ഞത് ചെറിയ കാര്യമല്ല. 2005 അവിടുത്തെ ഗുണ്ടാരാജിന്റെ ഭാഗമായി BSP-യുടെ MLA ഈ രാജു പാൽ എന്ന അവിടുത്തെ MLA-യെ വെടിവെച്ച് കൊല്ലുകയാണ്. വെടിവെച്ച് കൊന്നത് എന്തിനാണ്? ആ അതിനു മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കൊടും ക്രിമിനലിന്റെ സഹോദരനെ പരാജയപ്പെടുത്തി എന്ന കാരണത്താൽ. അല്ലാതെ ഈ രാജു പാൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ നിൽക്കുകയോ അദ്ദേഹത്തിന്റെ വീട്ടുകാരെ ശല്യപ്പെടുത്തുകയോ അദ്ദേഹത്തിന്റെ ഭാര്യയെ ശല്യപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജനാധിപത്യപരമായും ഈ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളിനെ തോൽപ്പിച്ചു. അതാണ് രാജു പാൽ ചെയ്ത കുറ്റം. നമ്മുടെ കണ്ണൂരിലെ പാർട്ടിക്കാർ ചെയ്യും പോലെ, ബംഗാളിലെ പാർട്ടികൾ ചെയ്യും പോലെ വോട്ട് പിടുത്തോ കള്ള വോട്ട് നടത്തിയോ അല്ല. ജനാധിപത്യ രീതിയിലും മാനമര്യാദയ്ക്ക് വോട്ട് പിടിച്ച് മത്സരിച്ച് വിജയിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തിന് പരിഹാരം കണ്ടെത്താൻ, ആ ഗുണ്ടയെ ഒതുക്കാൻ എന്തായാലും യോഗി വരേണ്ടി വന്നു. അതും 10-15 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് പോവുകയും അദ്ദേഹത്തെ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനിടയ്ക്ക് പോലീസിനെ ആക്രമിക്കാനും ഒക്കെ ശ്രമിച്ചു, ചിലർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അതിനിടയ്ക്ക് ഉണ്ടായ ഒരു വെടിവയ്പ്പിലാണ് ഇയാൾ മരിക്കുന്നത്. ഈ
അതീഖ് അഹമ്മദ്. അദ്ദേഹത്തിന്റെ സഹോദരൻ അടക്കമുള്ളവർ ഒരു വലിയ ഗുണ്ടാ സംഘമായി ഉത്തർപ്രദേശിൽ വിളയാടുകയായിരുന്നു. വസ്തുക്കൾ, അതോടൊപ്പം കോടിക്കണക്കിന് രൂപയുടെ ഈ കള്ളപ്പണങ്ങൾ, ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു സാമ്രാജ്യം അവിടെ അദ്ദേഹം നിർമ്മിച്ചിരുന്നു. പിന്നീട് ആ സാമ്രാജ്യം നിർമ്മിച്ചിരിക്കുകയായിരുന്നു. ആ സാമ്രാജ്യമെല്ലാം ഇടിച്ചു നിരത്തിയാണ് ലാസ്റ്റ് അവസാന ഘട്ടത്തിൽ യോഗി അത് നിർത്തലാക്കിയത്. അദ്ദേഹത്തെ പൂർണ്ണമായി തന്നെ അദ്ദേഹത്തിന്റെ ആ അനധികൃത സ്വത്തും കെട്ടിടങ്ങളും എല്ലാം മണ്ണോട് മൺ ചേർന്ന് ആയിരുന്നു. അത് കാണുമ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ ഇവർ സന്തോഷിക്കും, ഇവർ പ്രതികരിക്കും. അത് തന്നെയായിരുന്നു കഴിഞ്ഞ നിയമസഭ 2 ദിവസം മുൻപ് നടന്ന നിയമസഭയുടെ ഒരു പരിപാടിയിൽ അവർ പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അഖിലേഷ് യാദവ്, രാഹുൽ ഗാന്ധിയുടെ വലങ്കൈ, രാഹുൽ ഗാന്ധിയുടെ മച്ചാൻ അദ്ദേഹത്തിന് കൊള്ളുകയാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി ഞാൻ എന്തോ നേടി, ഞാനിതാ ഇന്ത്യ മുന്നണിയിൽ പണ്ട് IT മീഡിയ വിഭാഗം നോക്കുന്ന ഒരു വനിത ഉണ്ടായിരുന്നല്ലോ, ആ വനിതയുടെ ചില വീഡിയോകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ വൈറലായത്. അവരൊരു ദൃശ്യമുണ്ടല്ലോ, അവർ ഓടിച്ചാടി വരികയാണ്, ഞങ്ങൾ ഇന്ത്യ പിടിച്ചേ എന്ന രീതിയിൽ ലഡു വിതരണവും. ആ രീതിയിൽ ഈ പാകിസ്ഥാനിലെ ഒരു അഫ്രീദിയെ പോലെയായിരുന്നു ആ വനിത വരുന്നത്. ആ വനിതയെല്ലാം ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി ഞങ്ങൾ തോറ്റേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണല്ലോ. അന്ന് 2024 ഘട്ടത്തിൽ ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞായിരുന്നു ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ എല്ലാം വലിയ പ്രകടനം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായ ഈ അഖിലേഷ് യാദവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നട്ടൽ നിവർത്തി നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകിയത്. ഉത്തർപ്രദേശിലെ തിരിച്ചടി മാത്രമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ കഴിഞ്ഞ 2014 BJPക്ക് നേടാൻ കഴിഞ്ഞ 282 സീറ്റാണ്. ഇപ്പോൾ 240 ഉണ്ട്. ഈ കുറച്ച് 30-ലധികം സീറ്റുകൾ, ഈ 40-ലധികം സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശിൽ നിന്നാണ് 30-ലധികം സീറ്റുകൾ നഷ്ടപ്പെട്ടു. ആ നഷ്ടം എങ്ങനെ സംഭവിച്ചു? ഈ അഖിലേഷിന്റെ സഹായം കൊണ്ടാണ്. അങ്ങനെ അഖിലേഷ് യാദവിന്റെ ഒരു നയമാണോ ഇപ്പോൾ രാഹുൽ ഗാന്ധി പിന്തുടരുന്നതോ, അതോ രാഹുൽ ഗാന്ധിയുടെ നയമാണോ അഖിലേഷ് യാദവ് പിന്തുടരുന്നതെന്ന സംശയമുണ്ട്. അത് തന്നെയാണ് ശശി തരൂരും ഈ പൂജ പാലും ഒരേ ത്രാസിൽ തൂങ്ങുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ശശി തരൂർ കേന്ദ്രവുമായി ബന്ധപ്പെട്ട്, നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് തുറന്നു പറയാൻ കഴിയുമ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അത് തന്നെയാണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത്. യോഗിയുമായി ബന്ധപ്പെട്ട്, ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ആ സ്ത്രീയെ വേട്ടയാടുകയാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആ സ്ത്രീയെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട്. അതെന്താണ്? പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ല. അതോടൊപ്പം തന്നെ ഈ അഴിമതി കേസിൽ പിടിയിലായിട്ടില്ല. ഒരു സത്യം തുറന്നു പറഞ്ഞു. ഒരു ഭാര്യ എന്ന നിലയിൽ അവർ കൃത്യമായി പറയുകയാണ്, അവരെ വിധവയാക്കിയ ഒരു കൊടും ക്രിമിനലിനെ കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെട്ടപ്പോൾ അതിന്റെ സന്തോഷം അവർ മറച്ചു വെച്ചില്ല. അത് ഇന്ത്യയുടെ സംസ്കാരമാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് സിന്ദൂരം മാച്ച ആ ക്രിമിനലിനെ യോഗി ആദിത്യനാഥിന്റെ രീതിയിൽ അതിനെ ഒന്ന് നിലംപരിശാക്കിയപ്പോഴാണ് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇത് അവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. അവർ 2017 വലിയ ഭൂരിപക്ഷം നൽകി, 2022 നൽകി, ഇനി 2027 ഇലക്ഷൻ വരാനിരിക്കുന്നുണ്ട്, അതിന് നൽകും. അത് തന്നെയാണ് ഉണ്ടാകുന്നത്. പലരും പറയുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എന്തോ വലിയ തിരിച്ചടി ഉണ്ടായി. അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകളും ഉണ്ടായി. തിരിച്ചടി ഉണ്ടായ സ്ഥലങ്ങളിൽ മുഴുവൻ BJP വലിയ രീതിയിൽ കടന്നു കയറുകയാണ്. 20-25 വർഷമായി BJPക്ക് കടന്നു കയറാൻ കഴിയാത്ത SP-യുടെ കോട്ടകൾ പിടിച്ചെടുക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ഒരു മാറ്റം എന്തായാലും ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നുണ്ട്. ഈ സ്ത്രീ എന്തായാലും BJPയിലേക്കായിരിക്കും ഇനി കടന്നു വരിക. അവർ ഈ അഖിലേഷിലെ ആരാണ് ഇപ്പൊ ഇന്ത്യയിൽ അങ്ങനെ ജനങ്ങൾ തീരുമാനിച്ചു. ഇനി അച്ഛനും മക്കളുടെ രാഷ്ട്രീയമൊന്നും ഇന്ത്യയിൽ വേണ്ട, അത് ഒരു സംസ്ഥാനത്തും വേണ്ടെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2014 ശേഷം ഏത് സംസ്ഥാനം നോക്കിയാലും നമുക്കത് മനസ്സിലാവും. ബീഹാർ ആയാലും, മഹാരാഷ്ട്ര ആയാലും, ഉത്തർപ്രദേശ് ആയാലും, ഏത് സംസ്ഥാനം നോക്കിയാലും നമുക്ക് മനസ്സിലാവും അച്ഛനും മക്കളും കളി വേണ്ട. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി രാജ്യസ്നേഹം പറയുന്ന ആരായാലും ജയിപ്പിക്കും. അത് കോൺഗ്രസ് ആയാലും, BJP ആയാലും, BSP ആയാലും, ഇനി ഒവൈസി ആയാലും ജയിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട്. അത് തന്നെയായിരിക്കും നാം ഇവിടെ കാണാൻ കഴിയുന്നത്. അത് തന്നെയായിരിക്കും 2027 ഉത്തർപ്രദേശിൽ സംഭവിക്കുന്നത്.